വിവാഹത്തിന് ഇനി അധിക ദിവസം ഇല്ലാത്തതിനാൽ ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ വർമ്മ സാറ്, നീ വിഷമിക്കാതിരിക്കേ. സാറിനെ എവിടെയെങ്കിലും കെട്ടിയിട്ട് അവൻ മീനെ വിവാഹം ചെയ്യും. അതാ അവന്റെ പ്ലാൻ. അവന്റെ ആ പ്ലാൻ നടക്കില്ല. അതേ നടക്കൂ. വർമ്മ സാറിനെ തടവിലാക്കിയാൽ മീരയും അവനും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെട്ടു എന്ന് വേണം കരുതാൻ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? വർമ്മ സാർ ഇല്ലാതെ മീര വിവാഹത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇല്ല പാറു, അച്ഛനില്ലാതെ മീര വിവാഹത്തിന് തയ്യാറാവില്ല. ഒരിക്കലും തയ്യാറാവില്ല. അഥവാ വിവാഹം നടത്താൻ വേണ്ടി വർമ്മ സാറിനെ അവൻ കൊണ്ടുവന്നാലും അത് നടക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മീരെ അവന് വിവാഹം ചെയ്ത് കൊടുക്കില്ല. പക്ഷെ വർമ്മ സാറിന്റെ ജീവനിപ്പോ അവന്റെ കയ്യിലല്ലേ ഓറഞ്ച്. അവൻ അദ്ദേഹത്തെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയണ്ടേ? അറിയണം. ഹലോ വിഷ്ണു ഏട്ടാ, അച്ഛൻ അവിടെ ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്താ മീര, എന്താ പ്രശ്നം? വിഷ്ണുവേട്ടനെ കാണാനാണെന്നും പറഞ്ഞാണല്ലോ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നെ കാണാനോ? ഓ അതെ 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 അതെ, ഇന്നലെ എന്റെ അടുത്ത് വന്നിരുന്നു. പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. നീ വിഷമിക്കാതിരിക്കുക. അച്ഛൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. ഏയ്, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഞാനല്ല പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങിയപ്പോ വല്ലാത്ത ടെൻഷനിലായിരുന്നു അച്ഛൻ. നീ വിഷമിക്കാതിരിക്കും മീര. വിഷ്ണുവേട്ടൻ ഇപ്പൊ എവിടെയാ? എവിടെയാണെങ്കിലും ഞാനിപ്പോ അങ്ങോട്ടെത്താം. എന്താ പോരെ? വേഗം വാ. മീര ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇതാ എത്തി. അമ്മ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? രണ്ടുപേരും ഒന്നും കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയ അച്ഛൻ തിരിച്ചു വരുമോ? അമ്മ എന്തേലും കഴിക്ക. വിഷ്ണുവേട്ടൻ ഇപ്പൊ വരും. വന്നാ എവിടുന്നാണെങ്കിലും അച്ഛനെ കണ്ടുപിടിച്ചോണ്ട് വരും. എന്നോട് പറയാതെ അച്ഛൻ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. വരില്ലെങ്കിൽ വിളിച്ചു പറയുകയെങ്കിലും ചെയ്യും. ഇനി ചിലപ്പോ ഫോണിലെ ബാറ്ററി ചാർജ് തീർന്നതാണെങ്കിലും. ഇവിടുത്തെ നമ്പർ അറിയില്ലേ അച്ഛന്? ഏതെങ്കിലും ബൂത്തിൽ കയറി ഒന്ന് വിളിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ഫോൺ വന്നിട്ട് എവിടെയോ പോയി വന്നത് മുതൽ അച്ഛന്റെ മനസ്സിന് താളം തെറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും വന്നിട്ട് പറയാന്ന് പറഞ്ഞാ പോയത്. ആ മനസ്സില് എന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാ. അമ്മ അറിയാത്ത ഒരു രഹസ്യവും അച്ഛനില്ലല്ലോ, പിന്നെന്താ? ആർക്കറിയാം? വല്ലാതെ വേദനിച്ചിട്ടാ ഇവിടുന്ന് അച്ഛൻ ഇറങ്ങിപ്പോയത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ രണ്ടുപേരും എടുത്തു ചാടില്ലെങ്കിൽ? സംശയമല്ല, ഉറപ്പാ അമ്മേ. എന്ത് സംശയവാ? മുൻപ് ഇതുപോലൊരാളെ കുറെ നാളത്തേക്ക് കാണാനില്ലായിരുന്നു. ഒരു പിഷാരടിയെ.
വിഷ്ണുവേട്ടാ, അച്ഛൻ 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 വരും. വിഷ്ണുവിനെ കാണാനെന്ന് പറഞ്ഞ ഇവിടുന്ന് ഇറങ്ങിയത്. എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ തന്നെ ഇവിടേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. എന്നിട്ട് എവിടെ വിഷ്ണു? വിഷ്ണുവിന്റെ കൂടെ ആണല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഇതുവരെ. വിഷമിക്കാതിരിക്കുക. നമ്മളെയൊക്കെ വിട്ട് അച്ഛൻ എവിടെ പോവാനാ? അച്ഛൻ എവിടെയും പോവില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാവോന്നാ എന്റെ സംശയം. പിടിച്ചോണ്ട് പോവാനോ? അതെ, ഈ കാശ് തട്ടിയെടുക്കാനും മറ്റും കോടീശ്വരന്മാരൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ചില കൊള്ളക്കാരുണ്ടല്ലോ. വിഷ്ണുവേട്ടാ, ഇനി അങ്ങനെ വല്ലവരും നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞില്ലേ? എവിടെ ചെന്ന് അന്വേഷിക്കും മോനെ? സുഖമില്ലാത്ത മനുഷ്യന് ഒറ്റ രാത്രി പോലും ഞങ്ങളെ വിട്ടു നിൽക്കാത്തത്. അമ്മേ, കരയല്ലേ അമ്മേ, ഞാനില്ലേ നിങ്ങളുടെ കൂടെ? അതാ ഞങ്ങൾക്ക് പേടി. ചിത്ര എന്താ പറഞ്ഞേ? അല്ല, കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടി അല്ലേ ഉള്ളൂ. ആ സമയത്ത് അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നു. അച്ഛൻ വരുമെന്ന് പറഞ്ഞില്ലേ? വിവാഹത്തിന്റെ കാര്യങ്ങള് അതിന്റേതായ വഴിക്ക് നീങ്ങട്ടെ. അദ്ദേഹം വരാതെ എന്ത് ധൈര്യത്തിലാ വിഷ്ണു മുന്നോട്ട് പോകുന്നത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയമ്മേ? ആളുകളെല്ലാം ക്ഷണിച്ച് ഡേറ്റ് തീരുമാനിച്ചു പോയില്ലേ? എന്ന് കരുതി അച്ഛൻ വരാതെ കല്യാണം നടത്താനോ?